മിനിഞ്ഞാന്ന് ഏകദേശം 3 മണിക്ക് ശേഷമാണ് പശുവിനെ പിടിച്ചത്. ഇന്നലെ 9 മണിക്ക് ശേഷമാണ് പിന്നെ രണ്ടാമതും കടുവ വന്നപ്പോൾ രാത്രി 9 മണിക്ക് ശേഷം കടുവ വന്നപ്പോൾ കൂട് നല്ല ഗ്രില്ലിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് കൂടെ കയറിയിട്ട് തല്ലി. അപ്പോൾ അത് ഈ കടുവനെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് ആട് വീണ് പോവുകയാണ് ചെയ്തത്. കുറേ ആടുകളുണ്ടായിരുന്നു, അതിൽ ഇത് ഏറ്റവും വലിയ ആടായിരുന്നു. പക്ഷെ അത് ഈ ആടുകളെല്ലാം പേടിച്ച് വിറച്ച് കരയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത് ആട് എന്നിട്ട് ഇത് വീണു, എന്തോ സംഭവിച്ചത് എന്താണെന്നറിയില്ല. എന്നാൽ വീണു ഭയങ്കരമായിട്ട് കരഞ്ഞു, പിന്നെ കരച്ചിലില്ലാണ്ടാവുകയാണ് ചെയ്തത്. അപ്പം ഈ കടുവനെ കണ്ട പേടിയിലാണ് ഇത് സംഭവിച്ചത്. പശുവിനെ രണ്ടും കടിച്ചു കൊല്ലുക ചെയ്തത്. അത് ഏകദേശം 3 മണിക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. 3:15 കഴിഞ്ഞപ്പോഴാണ് പുലർച്ചെ 3:30 ഇടയ്ക്കാണ് ഞാൻ കാണുന്നത്. ശബ്ദം ചെറുതായിട്ട് എന്തോ ശബ്ദം കേട്ടു. അപ്പം ഞാനത് ജസ്റ്റ് എഴുന്നേറ്റ് ടോർച്ചടിച്ച് നോക്കുമ്പോൾ കൂട്ടിൽ നിൽക്കുകയാണ് കടുവ. ഞാൻ നേരിട്ട് കണ്ടു. ഞായറാഴ്ച പുലർച്ചെ അന്ന് തന്നെ രണ്ടിനെ കൊന്നു. രണ്ടാമത്തെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴെങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാൻ കാണുന്നത്. ഞാൻ അന്നേരം തന്നെ ഞാൻ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഇറങ്ങിപ്പോയി. സ്പോട്ടിൽ തന്നെ അത് കടുവ പിടിച്ചാൽ കടുവ കഴുത്തിനെ പിടിക്കുക, അത് പിന്നെ വർത്താനൊന്നുമില്ല അതിൽ. പിന്നെ ഈ ഇന്നലെ കടുവ കൂട്ടിലാകുന്നത് ഇവിടെ നിന്ന് വെച്ചാണ് കൂട്ടിൽ ഈ സാധനം ഉണ്ടെന്ന് വിചാരിച്ച് അന്വേഷിച്ചാണ് വന്നത്. കൂട്ടിൽ കയറി ഏകദേശം 5 മിനിറ്റോളം അത് പരുതി. 3-4 പ്രാവശ്യം ഇറങ്ങുന്നു, പരുതുവാണ്. ആ വിഷ്വൽസിൽ കാണാത്. ഞാനത് ഫോൺ വീണ്ടും മേലെ നിന്ന് എടുക്കരുത്. ഞങ്ങളിപ്പോൾ ശബ്ദം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അത് എത്ര കാറി പോയിട്ടും അത് പോയില്ല. ഇന്നലെ അങ്ങനെ തന്നെയാണ്. നഷ്ടപരിഹാരം ഇപ്പോൾ ഒരു ഇന്നലത്തെ ചർച്ചയിൽ 30,000 രൂപ തരാമെന്ന് പറഞ്ഞാണ്. അവരിപ്പോൾ വന്നിരുന്നു, അവർ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആടിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവച്ചാലാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ 3 എണ്ണത്തിനാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 2.5 ലക്ഷം രൂപേൻ്റെ മേലെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ള കാര്യം ഇനിയും ഗവൺമെൻറ് ചർച്ചയായിട്ട് പറയണം. ഇതിനു മുന്നേ അങ്ങനെ വന്നിട്ടില്ല. ശരീരത്തിൽ കൂടെ വന്ന് പറയുന്നത് കേൾക്കുന്നല്ലാതെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. കാട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് പുറത്തേക്ക് ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ്.